ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പപ്പടം ഫ്രൈയുമായിട്ടാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമായാലും ഉച്ചയ്ക്ക് ചോറിനൊപ്പമായാലും വെറുതെ പപ്പടം ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ അല്പം കൂടി ഒരു ടേസ്റ്റി ആയിട്ട് അല്പം എരിപൊരിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന പപ്പടം ഫ്രൈ ആണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 3 പപ്പടം നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു കത്രികയോ മറ്റോ വെച്ച് പപ്പടം നമുക്ക് വളരെ ഈസി ആയിട്ട് നുറുക്കിയെടുക്കാൻ കഴിയും. അതിൻ്റെ കൂടെ ഒരു 2 വറ്റൽമുളകും നുറുക്കിയെടുത്തിട്ടുണ്ട്. വറ്റൽമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി പാനിൽ പപ്പടം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ളും ഒരു 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് ഞാൻ മൂപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി നുറുക്കിയതും ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി നുറുക്കിയതും ചേർക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള നുറുക്കിയത് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. ഇത് വറുക്കുന്നതിന് വേണ്ടി എല്ലാ കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാം, എങ്കിലും വെളിച്ചെണ്ണയാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവും തരുന്നത്. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ല കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചൂടോടെയുള്ള പാൻ ആയതുകൊണ്ട് മുളക് പൊടി ചേർത്ത ഉടൻ തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. തീ നന്നായി കുറയ്ക്കണം. അതോടൊപ്പം 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം നുറുക്കി വെച്ചിരുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് അധികം വേണ്ടാത്തവർ വറ്റൽമുളകിൻ്റെ വിത്ത് കുറച്ചങ്ങ് മാറ്റിക്കളയാവുന്നതാണ്. വറ്റൽമുളക് ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ നുറുക്കി വെച്ചിരിക്കുന്ന പപ്പടം ചേർത്ത് കൊടുക്കാം. പപ്പടം ഇട്ട് കൊടുത്ത ശേഷം തീ ഒരല്പം കൂടി കൂട്ടി വയ്ക്കാവുന്നതാണ്. പപ്പടം നന്നായി മൊരിഞ്ഞ് കിട്ടണം. നമ്മൾ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്ന വറ്റൽമുളകും അതുപോലെ പപ്പടവും എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വേണം മൊരിഞ്ഞ് കിട്ടാൻ. തുടർച്ചയായിട്ട് നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കണം. കൂട്ടുകാരെ, എന്നും തുടർച്ചയായിട്ട് ഒരുപോലെയുള്ള പാചക രീതി തുടരാതെ അല്പം വ്യത്യസ്തമായ രീതികളൊക്കെ പരീക്ഷിച്ച് നോക്കിയാൽ കുക്കിംഗ് എന്ന് പറയുന്ന പണി വലിയ ബോറടിയൊന്നും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ പപ്പടം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വറുത്ത ഐറ്റങ്ങളെല്ലാം എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. ഈ പപ്പടം വറുത്തത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിനോടൊപ്പവും ഉപ്പുമാവിനോടൊപ്പവും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വിളമ്പാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ ടേസ്റ്റ് ചൂട് ചോറിനോടൊപ്പം ഇത് കഴിക്കുന്നതാണ്. പ്രത്യേകിച്ച് വലുതായിട്ട് കറികളൊന്നും ഇല്ലാത്ത ദിവസം ഇങ്ങനെ പപ്പടം വറുത്ത് ചോറ് കഴിച്ചാലുണ്ടല്ലോ, മറ്റൊരു കറിയുടെ ആവശ്യമുണ്ടാവില്ലെന്നുള്ളതാണ്. ദേ നമ്മുടെ പപ്പടം റെഡിയായിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടുള്ള നല്ല പപ്പടം മസാല ഫ്രൈ. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം എന്നും പറയും പോലെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.